യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, തിരുവത്താഴത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. തിരുസഭ മാതാവ് ഇന്ന് യേശുക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ആദ്യമേ തന്നെ തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാ മംഗളങ്ങളും നേരുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ തിരുഹൃദയ പ്രതിഷ്ഠ നടത്തി യേശുവിൻ്റെ രൂപങ്ങളുടെ മുന്നിലായിരിക്കുന്ന ഓരോ സാഹചര്യങ്ങളിലും നമ്മളെല്ലാവരും യേശുവിൻ്റെ മുന്നിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പോലും നാം ചിന്തിക്കാറില്ല, എന്തിനാണ് യേശുക്രിസ്തുവിൻ്റെ ഈ തിരുഹൃദയം. അങ്ങനെ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു കുഞ്ഞു മകള് തൻ്റെ അപ്പനോട് ചോദിച്ചൊരു ചോദ്യമാണ്, പ്രാർത്ഥിക്കുന്നതിനിടയിൽ അപ്പനോട് ചോദിച്ച ചോദ്യമാണ്, അപ്പം എന്തുകൊണ്ടാണ് യേശുവിൻ്റെ ഹൃദയം പുറത്ത് ആയിരിക്കുന്നത് എന്ന്. അപ്പോൾ അപ്പൻ മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചിന്തയും അതുതന്നെയാണ്. ആ അപ്പൻ ആ മകളോട് പറഞ്ഞു, ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ ആരായിരുന്നു എന്ന് അറിയണമെങ്കിൽ അവൻ്റെ പുറം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുകയില്ല. ഞാൻ ആരാണ് എന്ന് മനസ്സിലാകണമെങ്കിൽ എൻ്റെ ഉള്ള് എന്താണ് എന്ന് തിരിച്ചറിയണം. എങ്കിൽ മാത്രമേ ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ ആരായിരുന്നു എന്ന് തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ. എന്നതുപോലെ തന്നെയാണ് ക്രിസ്തു ആരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിലും ക്രിസ്തുവിൻ്റെ ആ തിരുഹൃദയം എടുത്തു നോക്കിയാൽ മാത്രം മതിയാം. അത് ഉള്ളിലായിരിക്കേണ്ട തിരുഹൃദയം പുറമെ ആയിരുന്നു കൊണ്ട് എന്നെയും ഈ കുഞ്ഞു മകളെയും മോളെയും എല്ലാവരെയും സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയൊരു അടയാളമാണ്. ക്രിസ്തു എപ്രകാരമാണ് നമ്മെ സ്നേഹിച്ചത് എന്നതിനും തെളിവ് അതിനകത്തുണ്ട്. ക്രിസ്തു മുറിയപ്പെട്ടുകൊണ്ട് നമ്മെ സ്നേഹിച്ചു, ക്രൂശിതന രൂപത്തിലായിരുന്നു കൊണ്ട് നമ്മെ സ്നേഹിച്ചു. എല്ലാറ്റിനേക്കാളും ഉപരിയായിട്ട് അവിടുന്ന് ഈ വേദനയെല്ലാം സഹിച്ചപ്പോൾ പോലും അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടേയിരുന്നു. അതാണ് പാർശ്വത്തിൽ നിന്ന് ഒഴുകി ഇറങ്ങിയ വെള്ളവും രക്തവും നമുക്ക് നൽകുന്ന സന്ദേശമെന്ന് ആ അപ്പൻ ആ കുഞ്ഞിനോട് പറയുകയുണ്ടായി. ഇത് തന്നെയാണ് ഏറ്റവും വലിയൊരു സന്ദേശം എന്ന് പറയുക. എന്നാൽ നാം ചിന്തിക്കേണ്ടത്, ആ മകൾ മറുപടി പറഞ്ഞൊരു ചിന്തയുണ്ട്, വലിയൊരു ചിന്തയാണ്. ആ മകൾ അപ്പനോട് പറഞ്ഞു, ഇതാണല്ലേ വചനത്തിൽ പറയുന്നത് പോലെ, പുറമേ നിന്ന് വരുന്നതൊന്നും നമ്മെ അശുദ്ധനാക്കുന്നില്ല, മറിച്ച് എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നവയാണ് എന്നെ അശുദ്ധനാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ആദ്യമൊക്കെ മനസ്സിലായില്ല എങ്കിലും ആ മകൾ വീണ്ടും പറഞ്ഞു, അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം അശുദ്ധമാണ്. അത് പുറമേ ഇരുന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് ദുഷ്കരമായി മാറും, അല്ല എങ്കിൽ മറ്റുള്ളവരെ കൂടെ ചീത്തയാക്കുന്ന ഒരു ഹൃദയമാണ് നമ്മുടേതെന്ന് തമാശയ്ക്ക് ആ മകൾ പറഞ്ഞു. എന്നാൽ അതുതന്നെയാണ് ഏറ്റവും വലിയൊരു സന്ദേശം. എൻ്റെ ഹൃദയം എപ്രകാരമുള്ളതാണ് എന്ന് ചിന്തിക്കേണ്ട നിമിഷമാണ് ഓരോ തിരുഹൃദയ തിരുനാളും ആഘോഷിക്കുന്ന ഈ ഒരു വേള എന്ന് പറയാം. ക്രിസ്തു തൻ്റെ ഹൃദയം നമ്മുടെയൊക്കെ മുന്നിൽ എടുത്തു കാണിച്ചുകൊണ്ട് പറയുന്നതും അതുതന്നെയാണ്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുവാനായിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. അതുതന്നെയാണ് നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുക. എൻ്റെ ഹൃദയം പോലെ ആകുവാനായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിനെ മാംസള ഹൃദയമായിട്ട് മാറ്റുവാനായിട്ടാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് തന്നെ. ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തർക്കും പരസ്പരം ചിന്തിക്കാം, ക്രിസ്തു എനിക്ക് വേണ്ടി മുറിയപ്പെട്ടു. ഇപ്പോൾ ഇന്ന് ഈ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ഒരു വേളയിൽ ക്രിസ്തു തൻ്റെ ഹൃദയം തുറന്നു കാട്ടിക്കൊണ്ട് പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിച്ചു, നീ എന്നെ വെറുപ്പിച്ചു, എന്നാൽ ഞാൻ നിന്നെ അനുഗ്രഹിച്ചു കൊണ്ടേയിരിക്കുന്നു. നമുക്കും അതേ ചിന്ത ഉള്ളിലേക്ക് കൊണ്ടുവരാം. എൻ്റെ ഹൃദയം എപ്രകാരമാണ് എന്ന് നമുക്ക് നന്നായിട്ടറിയാം. എൻ്റെ ഹൃദയത്തിൽ കളങ്കമുണ്ട്, എൻ്റെ ഹൃദയത്തിൽ മുറിപ്പാടുകളുണ്ട്, എൻ്റെ ഹൃദയത്തിൽ മറ്റുള്ളവരെ ദ്രോഹിക്കുവാനുള്ള ചിന്തകളും എല്ലാം ഉണ്ട്. എന്നാൽ ക്രിസ്തു നമുക്ക് നൽകുന്നു, അവയൊന്നും പാടുള്ളതല്ല, മറിച്ച് മുറിയപ്പെട്ടാലും ഞാൻ അനുഗ്രഹിക്കണം. ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളൊക്കെ എടുത്തു നോക്കാം. ഓരോ അപ്പനമ്മമാരും വേദനിക്കുന്നുണ്ട്. എന്നാൽ ആ വേദനയിൽ നിന്നുകൊണ്ട് ആ അപ്പനമ്മമാർ തങ്ങളുടെ മക്കളെയൊക്കെ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ ആ മക്കളൊക്കെ ആ അപ്പനെയും അമ്മയെയും അകറ്റി നിർത്തിക്കൊണ്ട് ഇവർ നമുക്ക് കൊള്ളില്ല എന്ന ചിന്തയോടുകൂടെ അകറ്റി നിർത്തിക്കൊണ്ട് നാം ഓരോരുത്തരും, നമ്മളിൽ പല മക്കളും അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ക്രിസ്തു പറയുന്നു, നിങ്ങളുടെ കാഠിന്യമാർന്ന ഹൃദയം മാറ്റേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയം മാംസളമായ ഹൃദയമാക്കിക്കൊണ്ട് ക്രിസ്തു സ്നേഹിച്ചതുപോലെ ആക്കേണ്ട നിമിഷങ്ങളായിരിക്കുന്നു. ആയതിനാൽ പ്രിയമുള്ളവരെ, ആ ഒരു തിരുഹൃദയം കാണുമ്പോൾ, ആ തിരുഹൃദയത്തിൻ്റെ മുന്നിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പരസ്പരം ചിന്തിച്ചു നോക്കാം, എൻ്റെ ഹൃദയം ക്രിസ്തുവിൻ്റെ ഹൃദയം പോലെ എല്ലാവരെയും സ്നേഹിക്കുന്ന ഹൃദയമാണോ?
നമ്മുടെ അപ്പനും അമ്മയും ഞാൻ സ്നേഹിക്കുന്നുണ്ടോ? എൻ്റെ മക്കളെയൊക്കെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ? എൻ്റെ അയൽവാസികളെയൊക്കെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ? എൻ്റെ സഹോദരന്മാരെയൊക്കെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ? എന്നെ മുറിവേൽപ്പിച്ചവരെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട നിമിഷങ്ങളാണ്. ആയതിനാൽ പ്രിയമുള്ളവരെ, നമുക്ക് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കാം. ഈ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ഒരു വേളയിൽ ക്രിസ്തു തുറന്നു കാട്ടിയതുപോലെ എനിക്കും തുറന്നു കാട്ടുവാനായിട്ട് ഇന്നേ വരെ ചെയ്ത എല്ലാ പാപങ്ങളുമൊക്കെ എടുത്തു മാറ്റി വെച്ചുകൊണ്ട് ഇനിമേൽ സ്നേഹിക്കുവാനായിട്ട്, ക്രിസ്തുവിനെ പോലെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.